ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇന്ന് നിർണായക ദിനമാണ്. SITയുടെ രണ്ടാം ഇടക്കാല റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. ഹൈക്കോടതി റിപ്പോർട്ട് പരിശോധിക്കുകയാണ്. അതേസമയം കട്ടിളപ്പാളി കേസിൽ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ SIT സന്നിധാനത്തെത്തി. ഒരു CI ഉൾപ്പെടെ 5 ഉദ്യോഗസ്ഥരാണ് സന്നിധാനത്തെത്തിയത്. അതിനിടെ മുൻ ദേവസ്വം ബോർഡ് അംഗമായ N വിജയകുമാറിനെ ചോദ്യം ചെയ്തു. ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം പാലിച്ചെന്നാണ് വിജയകുമാർ മൊഴി നൽകിയത്. N വാസുവിനെ ചോദ്യം ചെയ്യാൻ വീണ്ടും വിളിപ്പിക്കും. ലീഗൽ കറസ്പോണ്ടന്റ് ശ്യാം ദേവരാജ്, ഒപ്പം പ്രവീൺ പുരുഷോത്തമനും ഹരിമോഹനും നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യം ശ്യാം ദേവരാജിലേക്ക്. ശ്യാം ദേവരാജ്, ഗുഡ് മോർണിംഗ്. ഏറ്റവും നിർണായകമാവുക SIT കൊടുത്തിരിക്കുന്ന ഇടക്കാല റിപ്പോർട്ടാണ്. ഇതുവരെ എന്തൊക്കെ കണ്ടെത്തി എന്നത് കോടതി പരിശോധിക്കുകയല്ലേ? SIT അതിന്റെ രണ്ടാമത്തെ ഇടക്കാല അന്വേഷണ റിപ്പോർട്ടാണ് ഹൈക്കോടതിയിൽ നൽകിയത്. ഈ റിപ്പോർട്ട് ഹൈക്കോടതി വിശദമായി പരിശോധിച്ചു. ഇപ്പോൾ സ്വമേധയാ സ്വീകരിച്ച ഹർജിയിൽ ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുകയാണ്. ഇതിൽ നിലവിൽ ഏറ്റവും ഒടുവിൽ നൽകിയ അന്വേഷണ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനിയായിരിക്കും ഹൈക്കോടതി ഇടക്കാല ഉത്തരവിൽ വ്യക്തമാക്കുക. അതിലേക്ക് ഹൈക്കോടതി എത്തിയിട്ടില്ല. നേരത്തെയുള്ള സംഭവിച്ച കാര്യങ്ങളാണ് ഹൈക്കോടതി അതിന്റെ ഇടക്കാല ഉത്തരവിൽ രേഖപ്പെടുത്തുകയും ചെയ്യുന്നത്. അടച്ചിട്ട കോടതി മുറിയിലാണ് ഇതുവരെ അതിന്റെ നടപടിക്രമങ്ങൾ പുരോഗമിച്ചത്. SIT മേൽനോട്ട ചുമതലയുള്ള ADGP H വെങ്കടേഷും അന്വേഷണ ഉദ്യോഗസ്ഥന് SP S ശശിധരനും ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരായി അന്വേഷണ പുരോഗതി അറിയിച്ചു. SIT അതിന്റെ രണ്ടാമത്തെ ഇടക്കാല അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കൈമാറുകയും ചെയ്തു. ഇത് പരിശോധിച്ചതിന് ശേഷമാണ് ഹൈക്കോടതി അതിന്റെ ഇടക്കാല റിപ്പോർട്ട് പുറപ്പെടുവിക്കുന്നത്. ഈ അല്പസമയത്തിനുള്ളിൽ ഇതിൽ എന്താണ് ഹൈക്കോടതി ഏത് രീതിയിലാണ് അന്വേഷണ പുരോഗതി വിലയിരുത്തുന്നത് എന്ന കാര്യത്തിൽ വ്യക്തത വരികയും ചെയ്യും. ജസ്റ്റിസുമാരായ V രാജാ വിജയരാഘവൻ, KV ജയകുമാർ എന്നിവർ ഉൾപ്പെട്ട ദേവസ്വം ബെഞ്ചാണ് ഈ ഹർജി പരിഗണിക്കുന്നത്. സ്വമേധയാ സ്വീകരിച്ച ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. അതിലാണ് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. അതിന്മേൽ അല്പസമയത്തിനുള്ളിൽ ഹൈക്കോടതി എന്ത് നിർദ്ദേശം SITക്ക് കൊടുക്കുമെന്ന കാര്യത്തിൽ വ്യക്തത വരും. ഓക്കെ, ഹരിമോഹൻ കൂടി നമുക്കൊപ്പമുണ്ട്. ഹരിമോഹൻ, N വിജയകുമാറിനെ ചോദ്യം ചെയ്യുന്നത് എത്രത്തോളം ഈ അന്വേഷണത്തിന്റെ വഴിയിൽ നിർണായകമായി വരുമെന്നതാണ് അറിയേണ്ടത്. കാരണം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് കണക്ട് ചെയ്താണ് ഈ അന്വേഷണം പോകുന്നത്. സന്നിധാനത്ത് നടത്തുന്ന പരിശോധനകൾ, അതുപോലെ തന്നെ സന്നിധാനത്ത് നിന്ന് ലഭിക്കേണ്ട വിവരങ്ങൾ, അവിടെയാണല്ലോ ഈ നടപടികളെല്ലാം ഉണ്ടായത്. കട്ടിളപ്പാളി കൊണ്ടുപോയതും ഇളക്കിയതുമടക്കം പല കാര്യങ്ങളിലും ചെമ്പായി മാറിയ സ്വർണ്ണമടക്കമുള്ള കാര്യങ്ങളിൽ ഉദ്യോഗസ്ഥരിൽ മാത്രം ഒതുങ്ങുകയാണോ അന്വേഷണം? സുജയ, ഉദ്യോഗസ്ഥരിൽ മാത്രമായിരുന്നു ഇത്ര ദിവസവും അന്വേഷണം ഉണ്ടായിരുന്നത്. പക്ഷേ ദേവസ്വം ബോർഡ് ഭരണസമിതിയിലേക്ക് കൂടി അന്വേഷണം വ്യാപിക്കുന്നു, അല്ലെങ്കിൽ അങ്ങോട്ട് കൂടി അന്വേഷണം എത്തിച്ചേരുന്നു എന്നുള്ളതിന്റെ കൃത്യമായ സൂചന തന്നെയാണ് ദേവസ്വം ബോർഡ് ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന A പത്മകുമാറിന്റെ ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന N വിജയകുമാറിനെ ചോദ്യം ചെയ്തതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഈ ഭരണസമിതിയിലേക്ക് കടക്കുന്നതിന്റെ ആദ്യഘട്ടമാണ് അന്ന് ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന വിജയകുമാറിനെ മണിക്കൂറുകളോളം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വെച്ചുള്ള ചോദ്യം ചെയ്യൽ ഉണ്ടായത്. പ്രധാനമായിട്ടും ഇനിയിപ്പോൾ അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടം എന്നുള്ള നിലയ്ക്ക് ദേവസ്വം ബോർഡ് ഭരണസമിതിക്ക് ഇതിനകത്തുള്ള പങ്കിനെ കുറിച്ച് അന്വേഷിക്കുകയാണ് നിലവിൽ SIT ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിൽ ദ്വാരപാലക പാളികളുടെ അവസാന ഘട്ടമാണ് ഈ ഭരണസമിതിയുടെ പങ്കിനെ കുറിച്ചുള്ള അന്വേഷണത്തിലേക്ക് എത്തിച്ചേരുക. ഒപ്പം തന്നെ സമാന്തരമായിക്കൊണ്ട് ഈ കട്ടിളപ്പാളി കേസിലെ അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടം, അതായത് കട്ടിളപ്പാളി കേസിന്റെ അറസ്റ്റ് കഴിഞ്ഞ ദിവസമാണ് രേഖപ്പെടുത്തിയത് പോറ്റിയുടെ. അതുകൊണ്ട് തന്നെ ആ അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടം എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോൾ ഈ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിന് ശേഷം SIT ഇറങ്ങിത്തിരിക്കുക. എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭരണസമിതിയിലേക്ക് അന്വേഷണം പോകുന്നു എന്നുള്ളത് തന്നെയാണ്. അതിന് മുന്നോടിയായിക്കൊണ്ട് ഈ വിജയകുമാറിനെ ചോദ്യം ചെയ്യുന്നതിന് മുൻപ് N വാസുവിനെയും ചോദ്യം ചെയ്തിരുന്നു. വാസുവിൽ നിന്ന് ലഭിച്ചിട്ടുള്ള മൊഴികളൊക്കെ തന്നെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ SIT ഏറെക്കുറെ ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം. വാസുവിനെതിരെ മുരാരി ബാബുവിന്റെയും D സുധീഷ് കുമാറിന്റെയും ഒക്കെ തന്നെ മൊഴികളുണ്ട്. അതുകൊണ്ട് തന്നെ വാസുവിനെ ഏതെങ്കിലും നിലയ്ക്ക് വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയോ അല്ലെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനുള്ള സാധ്യത നിലവിൽ കണ്ടുവരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഇടക്കാല റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞ ശേഷമാണ് അത്തരത്തിലുള്ള നടപടികളിലേക്ക് മുൻപും കടന്നിട്ടുള്ളത്. അതുകൊണ്ട് വരും ദിവസങ്ങൾ വളരെ നിർണായകമായിരിക്കും അന്വേഷണത്തെ സംബന്ധിച്ച്. അതിൽ ദേവസ്വം ബോർഡ് ഭരണസമിതിയിൽപ്പെട്ട ആളുകളും ചോദ്യമുനയിലേക്ക് വരും. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഈ പറയുന്ന ദിവസങ്ങൾ, അതായത് അടുത്ത ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കും മുമ്പ് തന്നെ 1 or 2 അറസ്റ്റുകളിലേക്ക് കടക്കാനുള്ള സാധ്യത കൂടി നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം മുൻപും ആദ്യ ഇടക്കാല റിപ്പോർട്ടിന് ശേഷമായിരുന്നു മുരാരി ബാബുവിന്റെയും ഈ D സുധീഷ് കുമാറിന്റെയും അറസ്റ്റ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ